ബാങ്കിംഗ്, ഫിനാൻസ്, റിയാലിറ്റി തുടങ്ങിയ സെക്ടറുകളിൽ വന്ന പ്രോഫിറ്റ് ബുക്കിംഗിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 25,105 ക്ലോസിംഗ് നൽകി. മിഡ് ക്യാപ് ഇൻഡെക്സിലും സ്മോൾ ക്യാപ് ഇൻഡെക്സിലും ചെറിയ രീതിയിലുള്ള ബൈയിങ് മൊമെന്റം ഇന്ന് പ്രകടമായിരുന്നു. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിച്ചാൽ അദാനി പവർ 7% ഉയർന്നു. റിലയൻസ് പവർ, ജിൻഡാൽസോ, അലോക് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെന്റം പ്രകടമായിരുന്നു. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം കഴിഞ്ഞ 13 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോയാണ് മെയ് മാസത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത്തവണ ലാർജ്, മിഡ്, സ്മോൾ ക്യാപ് ഫണ്ടുകളിലൊക്കെ ഫണ്ട് ഇൻഫ്ലോ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇത് മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിക്കുന്നതിൽ നിന്നും മാർക്കറ്റിനെ തടയുകയും ചെയ്തു. അതായത് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിൻ്റെയും ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന പോസിറ്റീവ് സെൻറ്റിമെൻറ്റും ഏറെക്കുറെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫാക്ടർ ഇൻ ആയതായിട്ടാണ് കാണാൻ സാധിക്കുക. ഇവിടെ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനോടൊപ്പം തന്നെ ഇപ്പോൾ ലണ്ടനിൽ നടക്കുന്ന അമേരിക്ക ചൈന സാമ്പത്തിക സംഘർഷം ലഘൂകരിക്കാനുള്ള ചർച്ചകളിലേക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ പോവുകയാണ്. അമേരിക്കയിലേക്ക് ചൈന റെയർ എർത്ത് എലമെൻസുകളുടെ കയറ്റുമതി നിയന്ത്രിച്ചിരുന്നു. കൂടാതെ ചൈനയിലേക്ക് അമേരിക്ക സെമി കണ്ടക്ടർ എലമെൻസുകളുടെ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കയറ്റുമതി നിയന്ത്രിച്ചിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് എക്കോണമികളും മോശം പെർഫോമൻസ് നടത്തുകയും കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചൈനയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് 5 വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിരയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു അവസ്ഥയിൽ മാറ്റമുണ്ടാകുന്നതിന് വേണ്ടിയാണ് ചൈനയും അമേരിക്കയും തമ്മിൽ ലണ്ടനിൽ വ്യാപാര ചർച്ച നടത്തുന്നത്. ഈ വ്യാപാര ചർച്ചയിലേക്ക് തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഏറെക്കുറെ ഫ്ലാറ്റ് ആയിരുന്നെങ്കിലും 24,850 എന്ന ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റ് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ചും ഇന്നും 24,150 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു. 25,150 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു. 25,380 വരുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. 25,380 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ 25,550 വരെയുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇവിടെ 24,880 മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് അദാനി പവർ. അദാനി പവർ മാത്രമല്ല, അദാനി ഗ്രൂപ്പിലെ മറ്റ് സ്റ്റോക്കുകളായ അദാനി എൻ്റർപ്രൈസസ്, അദാനി പോർട്ട്, അദാനി ഗ്രീൻ എനർജി, അദാനി ടോട്ടൽ ഗ്യാസ്, അദാനി എനർജി സൊല്യൂഷൻസ് തുടങ്ങിയ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും ഇന്ന് ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. അദാനി പവർ ഇന്ന് 610 എന്ന ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരുകയും അതിനുശേഷം 598 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അദാനി പവർ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നതിന് പിന്നിലെ പ്രധാന കാരണം എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടു വന്ന ചില അപ്ഡേറ്റുകളുടെ പശ്ചാത്തലത്തിലാണ്. കഴിഞ്ഞ ഒരു വർഷമായി അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ് അദാനി പവർ. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 12% റിട്ടേൺ മാത്രമാണ് നൽകിയത്. 2024 ജൂൺ 10 52 വീക്ക് ഹൈ ആയ 810 രൂപയിൽ നിന്നും സ്റ്റോക്ക് 430 രൂപ വരെ ഇടിയുകയും 430 ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്തതിനു ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഈ ജൂൺ മാസത്തിൽ സ്റ്റോക്ക് ഇതുവരെ 9% ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ലായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 5% ഇടിഞ്ഞ് 2,737 കോടിയിൽ നിന്നും 2,599 കോടിയിലേക്ക് എത്തിയിരുന്നു. അതേസമയം കമ്പനിക്ക് മുകളിലുള്ള ടാക്സ് വർദ്ധിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. എന്നാൽ കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ചെയ്തു. ഇനി അദാനി പവർ എന്ന സ്റ്റോക്കിന് ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഇൻഗ്രെഡ് എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗും 649 രൂപയുടെ ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. കമ്പനി അതിൻ്റെ പൈപ്പ് ലൈൻ കമ്മീഷൻ ചെയ്യുന്നത് വഴി പ്രോജക്റ്റുകൾ കമ്മീഷൻ ചെയ്യുന്നത് വഴി 2025-28 ഫിനാൻഷ്യൽ ഇയറിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ 11% വളർച്ച കൈവരിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഏകദേശം 1,20,000 കോടി രൂപയുടെ ക്യാപെക്സ് പ്ലാനുകളും കമ്പനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഡെപ്റ്റ് ടു എബിറ്റ റേഷ്യോ 1.5 ആണ്. അത് 2030 ഫിനാൻഷ്യൽ ഇയറോടുകൂടി 0.9% ഇടിഞ്ഞ് ബാലൻസ് ഷീറ്റ് മെച്ചപ്പെടാനും സാധ്യതയുണ്ടെന്ന് ഇൻഗ്രിഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. എൻ്റർപ്രൈസസ് വാല്യൂ പെർ എബിറ്റ 11% മുകളിലേക്ക് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ 649 രൂപയുടെ ടാർഗറ്റാണ് അദാനി പവർ എന്ന സ്റ്റോക്കിന് ഇൻഗ്രെഡ് എന്ന ബ്രോക്കേജ് ഏജൻസി നൽകിയിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 9%, ROEയിൽ 11% വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട്. 13.12 ജിഗാവാട്ടിൻ്റെ ഓർഡറുകൾ പൈപ്പ് ലൈനിലുള്ളത് വരും സമയങ്ങളിലും സ്റ്റോക്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്തുമെന്നുള്ള സൂചനയും നൽകുന്നു.
മറ്റൊരു പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ആനന്ദ് റാട്ടിയും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. കൺസോൾട്ടേഷൻ ഫേസിന് ശേഷം സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാൻ ആനന്ദ് റാട്ടി പറയുന്നത്. കൂടാതെ വീക്ക്ലി RSI 50 മുകളിൽ നിൽക്കുന്നത് സ്റ്റോക്കിൻ്റെ ബൈയിങ് മൊമെൻറ്റം തുടരാനുള്ള സാധ്യതയാണ് നൽകുന്നത്. 595 മുതൽ 580 വരെയുള്ള സോണിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാം. 585 രൂപയുടെ ടാർഗറ്റ് വെച്ചുകൊണ്ട് 585 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് 680 രൂപയുടെ ടാർഗറ്റാണ് സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്